നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ കണി കണ്ടത്. ഹലോ ഫ്രണ്ട്സ്. ആളെ കിട്ടിപ്പോയി മതി. ഹലോ ഫ്രണ്ട്സ്, ഒരു പാവപ്പെട്ട ഇക്കാക്കിയും അനിയത്തിയും അനിയനും ഉണ്ട്. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. ഒരു ചെറിയ പൊരക്കാണ് താമസിക്കുന്നു. അനിയന് സ്കൂളിൽ പോകുമ്പോ ബാഗ് വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ട് കെയിമില് പുസ്തകം എടുത്തിട്ടും കൊട വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ട് വായല കൊത്തിയിട്ട് അത് തലമ പിടിച്ചിട്ടും അന്ന് സ്കൂളിൽ പോന്ന്. അവർക്ക് രണ്ടാക്കും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിട്ട് രാവ് പകൽ കഷ്ടപ്പെടുക ഇക്കാക്ക. അങ്ങനെ ഇക്കാക്ക ഒരു പാസ്പോർട്ട് ഒപ്പിച്ച് ഗൾഫിലേക്ക് പോയി. എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. അൽഹംദുലില്ലാ, പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഇക്കാക്ക നല്ല പൊര വെച്ച് കാറ് വാങ്ങി അനിയന് ബാഗും കൊടിയും വാങ്ങിക്കൊടുത്ത് ഓരെ പഠിപ്പിച്ച് ഉയരങ്ങളിൽ എത്തിച്ച് ഓൻ സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് പെങ്ങളെ കെട്ടിച്ചയച്ച്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അങ്ങനെ എല്ലാ കഷ്ടപ്പാടും തീർത്ത് ഇക്ക നാട്ടിലേക്ക് വന്ന് ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഈ സമയത്ത് ഇക്കാക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയിന്. വിസ ക്യാൻസലാക്കി നാട്ടിൽ വന്നത് വീട്ടുകാർക്ക് ഇഷ്ടായിട്ടില്ല. അതെനിക്ക് ഇഷ്ടമില്ല. വീട്ടുകാർ ഇക്കാനെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കാൻ തുടങ്ങി. ലാസ്റ്റ് എല്ലാരും കൂടി ഇക്കാനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പണി കഴിഞ്ഞപ്പോ ആ ശരി പടിക്ക് പുറത്തായല്ലേ. മുന്നോട്ടുള്ള ജീവിതത്തിന് എന്നാ ചെയ്യണ്ടേന്ന് അറിയാണ്ട് ഇക്ക പെരുവയിൽ നിന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. ഈശെ കൈയിട്ട് നോക്കുമ്പോ ആകെ സമ്പാദ്യമായിട്ട് ഒരു ഫോണ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഇക്ക ഫോണിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ചാനലിന്റെ പേര് സിറാജ് കണ്ണൂർ. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി ഇക്കാനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ. കഷ്ടപ്പെട്ടത് വെറുതെ. ഹലോ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം ഗോയിങ് മസ്ജിദ്, ക്ലീനിങ് മീ മൈ മൗത്ത്. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ സൊല്ലടാ. സൊല്ല്. ഹൗസ് നോ കറന്റ്, ടുഡേ ഫുൾ റെയിൻ, ചാർജിംഗ് ബൾബ് ലൈറ്റ് ഇൻ മൈ ഹോം. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് തട്ടിക്കോ. അത് ശരിയാ, നമ്മള് മോശക്കാരാവാൻ പാടില്ലല്ലോ. സഡൻലി ചാർജിംഗ് ബൾബ് ലൈറ്റ് കട്ട്. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടായിരിക്കും ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവാ. ഫുൾ ലൈറ്റ് എംപ്റ്റി മൈ ഹോം. ഐ ആം ബ്ലൈൻഡ് ഇൻ ദിസ് ടൈം. ടേക്ക് ദ പെട്രോൾ ലൈറ്റ്, ഓപ്പൺ ദ പെട്രോൾ ലൈറ്റ് മീ. ആദ്യം മലയാളം മര്യാദക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. ഉനക്ക് തെരിയുമോടാ, ഇത് ABCDടാ. വീട്ടിലും ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, അയ്യോമാന കലാം അറബിക്. ഇതെന്താണ് പറയുന്നത്? അറബിയ? അറബിക് അറിയാൻ തോന്നുന്നുണ്ട്. അയ്യോമാന ഗരീൽ നഫർ മൗത്ത്. അന സവ സവ ബാബ റജൈൻ തരീഖ്. ഞാൻ പണ്ട് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രസയിൽ നിന്ന് കുറെ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനിങ്ങ് വിളിച്ചോണ്ട് പോകും. ഫീ നഫർ മൗജൂദ് നല്ലഫ് തരീഖ്. അല്ലത്തും അബക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. അന ബൈ തരീഖ് ജമീലം മർറഹലു. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ